എവിടാ ശ്യാമേ? ഞാൻ നമ്മുടെ മറ്റേ കല്യാണത്തിന് പോണ്ടായിരുന്നു. ഏത് കല്യാണം? വിഴിഞ്ഞത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അതിനകത്ത്. ആരുടെ കല്യാണം? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടിപൊളി ഫുഡാണല്ലേ. എല്ലാരും വിളിക്കും. അവര് തിരക്കിൽ വിട്ടുപോയാലും നമ്മൾ അറിഞ്ഞു കണ്ട് ചെല്ലണം. അതാണ് അതിന്റെ രീതി. നീ വരുന്നെങ്കിൽ വാ, എനിക്ക് സമയമായി പോണം. വാളയം വാ, പെട്ടെന്നോ പെട്ടെന്നോ. പോളെ നമ്മുടെ ഭാസ്കരനല്ലേ കിടക്കുന്നത്? ഏത് ഭാസ്കരൻ? എന്റെ വീടിന്റെ അടുത്തുള്ള ഭാസ്കരൻ. അയാൾ ഓണായിട്ട് വെള്ളം അടിച്ച് കഴിഞ്ഞ് കിടക്കണം. വെള്ളമൊന്നും അടിക്കൂല. ചുമ്മാ ആവശ്യമില്ല. കല്യാണ സമയത്ത് തീർന്നിട്ട് പോയി വല്ല കാര്യമുണ്ട്. ആഹാരം കിട്ടില്ല. ആവശ്യമില്ല. ഓളിയാ അതെല്ലാം ഞാൻ അറിയാന്ന്. എന്റെ ആൾക്കാരെ നിന്ന് ധൈര്യമായിട്ട് കേറുന്നേ. വിഷു ഒന്നും അറിയാം. അറിയാ ആഹാരം അടിപൊളി. വന്നില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഞാൻ ഇതിന്റെ നിന്നെ താങ്ങി. കരിമ്പൊടി വെച്ചിരുന്നു. ഇവിടെ ആരാൻ പറ്റുന്നത്? എങ്ങനെ ഹോട്ടൽ മത്സരം കേട്ടതാണ്. അയാൾ ഓണായിട്ട് വെള്ളം അടിച്ച് കഴിഞ്ഞ് കിടക്കണം. വെള്ളമൊന്നും അടിക്കൂല. എന്റെ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അയാള് വെള്ളം അടിക്കൂലെന്ന്. എന്റെ ആഹാരത്തിനുള്ള ആർത്തിയാണ് പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ എടുത്തത്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. റോഡരികിൽ കിടക്കുന്നവരെല്ലാവരും മദ്യപാനികൾ ആകണമെന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഇടപെടൽ ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. ഓർക്കുക, നമ്മൾ ഓരോരുത്തരും